നമ്മുടെ ചിമ്പൂട്ടിനെ നോക്കിക്കേ. ഇത് നമ്മുടെ ഇവിടെ അടുക്കളയുടെ അവിടെ നിന്ന് കിടക്കണ ഡോറാട്ടാ. എപ്പോഴും ഇവിടെ തന്നെ കിടക്കും കേട്ടോ. അവിടെ ഞാൻ ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു കാർപ്പറ്റ് പോലെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിനെ ഏത് നേരം ഇട്ടിട്ട് അതിനെ പിടിച്ചിട്ട് കളിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. എപ്പോഴും ഇവിടെ കിടക്കും കേട്ടോ. ഉറങ്ങണ നേരമാകുമ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ മുകളിൽ ഡെക്കിൻ്റെ മുകളിൽ കിടക്കും. അല്ലെങ്കിൽ പകൽ നേരം മിക്കപ്പോഴും ഇവിടെ ഉണ്ടാവും. എൻ്റെ ആ കാർപ്പറ്റിനെ ഒരു പരിവാക്കിയിട്ടുണ്ടാവും. കീറിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അതിനെ പിന്നെ ഞാൻ അവിടെ ഒരു ടർക്കി ഇട്ടിട്ടുണ്ട്, കാലൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അത് രണ്ടും എടുത്തിട്ട് പിടിച്ചിട്ട് കളിയാവുന്നുണ്ട്. നല്ല രസമാണ് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ആസ്പിൻ്റെ കൂടെ കുറേ നേരമൊക്കെ രാവിലെ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അവൻ കളിക്കാൻ വേണ്ടിയിട്ട് വന്നില്ല. എനിക്ക് നേരം കിട്ടുമ്പോൾ ഞാനും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് എന്തെങ്കിലും ചെറിയ സ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി ചെന്നിരിക്കും. അപ്പോൾ അത് പിടിച്ച് കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടാ, കണ്ടോണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. എൻ്റെ ഓരോരോ കളികൾ കണ്ടിരുന്നാലുണ്ട് അത്യം നേരം കൊണ്ടറിയില്ല. അവരുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി പോരാന്ന് വെച്ചാൽ ചെല്ലും. പക്ഷെ നമ്മൾ വിചാരിച്ച പറയാൻ വേണ്ടി പറ്റില്ല. കാലൊക്കെ എടുത്തിട്ട് കടിക്കുന്നു ചെറുക്കൻ. എന്നിട്ട് എടുക്കണേ എന്നെ കണ്ടിട്ടുണ്ട്. തന്നെ ഇരിക്കുമ്പോൾ ചെറുക്കനും ബോറടിക്കുക. ഇനി വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ കോഴീനെ താറാവിനൊക്കെ അയച്ചിടുമ്പോൾ വലിയ സന്തോഷമാണ്. ഇനിയിപ്പോൾ പോയി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രാവിലെ രാവിലെ 7:30 അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓടിയെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോഴീനെ താറാവിനെ അയച്ചിടുമ്പോൾ അവരുടെ കൂടെ കളിക്കും. അതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. എന്നെന്തോ മുഖത്തിന് വലിയൊരു സങ്കടമുണ്ട്. കളിക്കാൻ ആരുമില്ല. ചേട്ടനാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നോക്കി. അവൻ കളിക്കാനൊന്നും നിന്നില്ല. ചിമ്പു വാ, നമുക്ക് പച്ചക്കറി ഇറക്കാൻ പോവാ. വാടക്കുട്ടെ. നമ്മുടെ ചിമ്പൂട്ടനെ ഉറങ്ങായിരുന്നിട്ടാ. അവിടെ ആ മുകളിൽ കിടന്നിട്ട് അവനെ ഉറങ്ങുന്നത്. ഞാനപ്പോൾ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ വേഗം എഴുന്നേറ്റ് പോന്നു. എന്നിട്ട് അവിടെ ഒന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അവൻ വരും. ഞാനവിടെ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ വരുമായിരിക്കും. അവൻ സാധാരണ ഈ സമയമാകുമ്പോൾ കിടന്നുറങ്ങണ സമയം. അതാണ് ഞാൻ അവനെ വിളിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നതാ. അവിടെ നോക്കിക്കേ, നമ്മുടെ റോസുമ്മ
ഒരു ട്രിപ്പ് സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് നമ്മൾ അതുമേന്ന് പറിച്ചിട്ട് നമ്മൾ ജാമാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആസ്മിൻ്റെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ 1, 2, 3 പൂവൊക്കെ ആയിട്ട് ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത് ഇതുമ്പോൾ നോക്കിക്ക് പുതിയ കിളിർപ്പൊക്കെ വന്നിട്ട് ഈ എല്ലാ കിളിർപ്പുമ്മേയും മുട്ടുകളും ഇടുന്നുണ്ട് കേട്ടോ. എനിക്കാണോ ഇനി നമുക്ക് വിൻ്റർ തുടങ്ങാൻ പോകണേലും ഒരു ട്രിപ്പ് കൂടി നന്നായിട്ട് പൂവുണ്ടാവും. നമ്മുടെ ചിമ്പൂട്ടിന് അവിടെ മരത്തിൻ്റെ മുകളിൽ കൂടെ ആവും മുകളിലേക്ക് കയറുന്നത്. എന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. നല്ല ഇതിന് പൂവിന് നല്ല മണമെന്ന് പറഞ്ഞില്ലേ, നല്ല മണമാണ്. ഇത് ഇല കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയാണ് പുതിയ ഇലകൾ വരുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. നല്ലൊരു വെതറാണ്. നമ്മുടെ ചിമ്പൂട്ടെന്താ വരുന്നുണ്ട്. ഇതാ ചിമ്പൂൻ്റെ കണ്ണൊന്ന് കാണിച്ച് വാ വാ, പച്ചക്കറിക്ക് പറിച്ചിട്ട് വരാം. വാ എന്നിട്ട് വാ, എന്നിട്ട് വാ, ഇറക്ക്. പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ സീനിയർ തോട്ടത്തിലേ ഉണ്ടല്ലോ നമ്മുടെ ഈ ചില പൂവിൻ്റെ വിത്തുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും വിത്തുകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത വർഷം ഈ തണുപ്പൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിത്തുകൾ മുളപ്പിച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ വിത്തുകളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് ചോദിച്ചു. കാരണം അത് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കണേ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിത്ത് കിട്ടില്ല, വിത്തെല്ലാവരും താഴെ വീണ് പോകും. അപ്പോൾ ഞാൻ ഈ വർഷം നല്ല ലെയറായിട്ടുള്ള പൂവിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ വിത്താവണുള്ളൂ. അങ്ങോട്ടേക്ക് കണ്ട് നീങ്ങിപ്പോയിട്ട് കുറേ ചെടികളുടെ വിത്തൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ചിലതൊക്കെ വിത്തായിട്ടുണ്ട്, അതിൻ്റെ കുറേയൊക്കെ വിത്ത് പോയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിത്ത് കിട്ടും. ഈ വർഷം ഞാൻ നല്ല ലെയറായിട്ടുള്ള പൂവിൻ്റെ മാത്രം വിത്തുകൾ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു.
ഈ അങ്ങോട്ടേക്ക് പോയിട്ട് ഇതൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ വാടി വരണം, എന്നാലും അതിൻ്റെ വിത്ത് നമുക്ക് ഇതൊക്കെ നോക്കിക്കേ നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം അങ്ങനെ കരിഞ്ഞിങ്ങനെ പോകണം. ഇതൊക്കെ നോക്കി ഇതുമേ ഞാനിപ്പോൾ പറിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇതുമേ കുറച്ച് പൂവുണ്ട്, ഇങ്ങനെ തീരെ പൂവിൻ്റെ കളർ കാണാണ്ട് മൊത്തം ഇങ്ങനെ നല്ല കരിഞ്ഞ കളർ വരില്ലേ, അങ്ങനത്തെ നമ്മൾ ശരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് എന്തോരം ഡാലിയ പൂവ് ഉണ്ടായിരുന്നെന്ന് അറിയാം. സീനിയാണ് നിറച്ചും വന്നേക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടമാനം ഡാലിയ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് പക്ഷേ ഈ സീനിക അല്ലാണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റിലേക്ക് വന്നല്ലോ. ഡാലിയ കുറച്ച് സമയം എടുത്തിട്ടാണ് ഡാലിയ പൊന്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഡാലിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുക. അതിൻ്റെ ഉള്ളിൽ കുറേ പൂ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാനതൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇവിടെ വെയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നിറച്ചും പോവാ, എന്ത് രസം എന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട്. നിറച്ചിങ്ങനെ ചെറിയ ചെറിയ ബട്ടർഫ്ലൈകളൊക്കെ നിറച്ചിങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു വൃന്ദാവനം കാണാൻ വേണ്ടിയിട്ട് പോണ പോലെ അതുപോലെ പൂ നിറഞ്ഞു നിൽക്കണം. അതിങ്ങനെ പല കളറൊക്കെ ആയിട്ട് എന്ത് ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിത്തുകളൊക്കെ ഞാനൊന്ന് പറിച്ച് വെക്കിയിട്ട് കേട്ടോ. ഞാനിവിടെ ഒരു കുട എടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിലിനങ്ങനെ വലിയ ചൂടില്ല, എന്നാലും ഇങ്ങനെ ഇതിപ്പോൾ തീരെ മരമൊന്നും ഇല്ലാത്തടത്തുള്ള നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദനയില്ല. അപ്പോൾ ഞാനൊരു കുടയും കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് വിത്തുകളൊക്കെ നമുക്കൊന്ന് പറിച്ചെടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിത്തുകൾ, ഞാൻ ഇതിൻ്റെ സീനിയുടെ വിത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി ഞാൻ നല്ല കരിഞ്ഞതിൻ്റെ വിത്ത് എടുത്തപ്പോൾ ഓൾറെഡി വിത്തുകളൊക്കെ അതിൻ്റെ സെപ്പറേറ്റായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല പൂവിൻ്റെ വിത്ത് നോക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ ചിമ്പും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, പൂവാക്കി പറിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവിൻ്റെ ടൈപ്പ് എപ്പോഴും ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. നല്ല ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഓൾറെഡി ഇതവിടെ ഒരെണ്ണത്തിൻ്റെ ഇത് വിത്തായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിറച്ച് വിത്തായിട്ടുണ്ട് കേട്ടോ. ഇപ്പം അധികം പൂ അത്ര അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് ഉണങ്ങിയാൽ മതി. ഇതിൻ്റെ ഉള്ള വിത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. അതാണ് ഞാൻ പറിച്ചിരുന്നത്. അതൊക്കെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെയും കൂടി വിത്ത് നമുക്ക് കിട്ടും. ഇതിൻ്റെ ചിലപ്പോൾ നമുക്ക് വിത്ത് അത്രയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഇനി കിട്ടില്ല. അപ്പോഴേക്കും ചിലപ്പോൾ തണുപ്പ് തുടങ്ങുമ്പോൾ പോകും. നല്ല ഭംഗിയത് കാണാൻ വേണ്ടിയിട്ട്. പൂവിന് ഒരു മണമുണ്ട്, അങ്ങനെ വലിയ നല്ല മണമൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ വിത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിക്കാട്ടെ നിങ്ങളതിനെ അടുത്ത്. അയ്യോ എന്തോരം വിത്ത് അതിൻ്റെ ഉള്ളിൽ. ഇതെൻ്റെ ഫേവറേറ്റ് പൂവാ. എനിക്ക് അടുത്ത വർഷം അധികം വിത്ത് എനിക്ക് കിട്ടില്ല. ഞാനിത് ഞാൻ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടേക്ക് നോക്കിക്കേ, ഡാലികയുടെ കുഞ്ഞു കുഞ്ഞു മുട്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതാ കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടകളൊക്കെ. എന്ത് കുഞ്ഞു മുട്ടയെന്ന് അറിയാം. എന്ത് ഭംഗിയായിരിക്കും അറിയാം. കുറേ മുട്ട അതിനൊരു കൊമ്പ് ഒടിഞ്ഞു പോയി കണ്ട. ഇതുമ്പോൾ എത്ര മുട്ട ഉണ്ടായിക്കളെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്ക്. ഇതിൻ്റെ തന്നെയാണ് ഇതുമ്പോൾ നിറച്ച് മുട്ട ഇട്ടേക്കുന്നത്. നോക്കിക്ക്, ഇത് കൊമ്പ് അങ്ങോട്ട് ഒടിഞ്ഞെടുക്കാം. നമുക്ക് എത്ര മുട്ടകൾ ഉണ്ടായിരിക്കണം നിൽക്കുന്നത്. ആ ഒരു മുട്ട വിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ പൂ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൊമ്പ് ഒടിഞ്ഞെടുക്കാം. അടുത്ത വർഷം എന്തായിരുന്നാലും ഇതിനൊക്കെ ഇട്ട് ഞാൻ താങ്ങ് കൊടുത്ത് നിർത്തും. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടും. പിന്നെ കുറേ എണ്ണത്തിന് കൊമ്പുകൾ ഇവിടെ ഒടിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല നല്ല ഭംഗിയാണ് പക്ഷേ പൂ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഉള്ളിലേക്ക് പോയി കൊടുക്കും. പിന്നെ അവിടെ വേറൊരു സീനിയ പൂ നോക്കിക്കേ. ഇതിൻ്റെ പൂവും നല്ല രസമാട്ടാ. എന്തോരം ലെയറാന്നറിയാം ഇതിൻ്റെ ഉള്ളില്. അതിൻ്റെ ഒരു വിത്ത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വലിയ പൂവിൻ്റെ വിത്തൊക്കെ ഞാൻ സെപ്പറേറ്റ് വയ്ക്കാം. പിന്നെ ഒരെണ്ണത്തിൻ്റെ വിത്ത് കൂടി എന്താ റെഡി ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ റെഡി ആയിട്ടില്ല. അത് നന്നായിട്ട് ഉണങ്ങണം. പിന്നെ അതിൻ്റെ അമ്മയെ സാധനം കണ്ടുപിടിഞ്ഞു, എന്നാലും അതോടെ ഉണങ്ങിയിട്ട് വരട്ടെ. എല്ലാം ഉണങ്ങണം നന്നായിട്ട്. അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പൂ കാണാൻ വേണ്ടിയിട്ട് ഭംഗിയില്ലാണ്ടായിട്ടാണ്. ശരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഭംഗി. ഇവിടെ വേറെ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് പൂ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാക്കിയാൽ ഇതിൻ്റെ വിത്ത് എനിക്ക് കിട്ടും. അതിൻ്റെ വിത്തുകൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കിടക്കട്ടെ, വിത്ത് ഞാനിവിടെ കളയാണ്ട് വയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ ഓറഞ്ച് കളറ് ഡാലിയ എന്ന് പറഞ്ഞില്ലേ, ഇതും എൻ്റെ ഫേവറേറ്റ് പൂ കേട്ടോ. ഇതിൻ്റെയും വിത്തുകളായിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ വിത്തുകളെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പറിക്കാമെന്ന് വെച്ചിട്ട് വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കതിന് വിത്തുകൾ കിട്ടില്ല. വിത്തുകളൊക്കെ താഴെ വീണിട്ട് നാശമായി. ചിമ്പൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ചിമ്പൂട്ട്. ഇത് നല്ല രസമാട്ടോ. ഇതിൻ്റെ കൊമ്പൊക്കെ അങ്ങനെ നമ്മൾ എല്ലാ വർഷവും അടുത്ത വർഷം നമ്മൾ എന്തായിരുന്നാലും എല്ലാത്തിനും നമ്മളിങ്ങനെ കെട്ടി നിർത്തണം. അപ്പോൾ ഇങ്ങനെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വീണ് കിടക്കാം. എന്നാലും കുഴപ്പമില്ല, വീണ് കിടന്നാലും കാണാൻ വേണ്ടിയിട്ട് ഭംഗിയുണ്ട്. ഒക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയി കിടക്കാം. നല്ല രസമാണ് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഓറഞ്ച് കളറ്. ചിലതിൻ്റെ വിത്തുകളൊക്കെ അത്രയ്ക്ക് ആയി വരുന്നുള്ളൂ ഇതിൻ്റെ. ഇത് പിന്നെ വേറൊരു റെഡാട്ടാ. ഇത് നല്ല രസമുണ്ട്. ഇതിന് ഒരുപാട് ലെയറൊന്നുമില്ല, പക്ഷേ ഈ പൂവിൻ്റെ ഇതിൻ്റെ ഈ റെഡ് കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം. ഇതിൻ്റെ വിത്ത് ഞാൻ എടുത്ത് വെക്കണം വെച്ചിട്ടുണ്ടായിരുന്നു. വിത്തുകൾ കുറച്ചും കൂടി ഭംഗിയുമ്പോൾ നമുക്ക് ആയി കിട്ടും. പക്ഷേ നമുക്ക് എന്തോരം കുട്ടികളാണ് ഇനി ഉണ്ടായി വരുന്നത്. ഇത് ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ആദ്യം പറിച്ചാൽ അതിൻ്റെ തന്നെ വേറെ ടൈപ്പാണ്. ഇതൊരു പ്രത്യേക ടൈപ്പ് പൂവാണ്. അതിൻ്റെ വിത്തുകളൊക്കെ കടയിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് നല്ല വിത്തുകൾ കിട്ടില്ല. അതാണ് ഞാനിത് എല്ലാ വർഷവും നമ്മളത് കളയാണ്ട് നമ്മൾ വിത്തുകൾ എടുത്ത് വയ്ക്കും. നമ്മുടെ ചിമ്പുത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് അത്തത്തിന് നമ്മൾ പൂക്കളിട്ടുണ്ടായിരുന്നില്ലേ, ആ പൂക്കളാട്ടാ. ഞാൻ വിചാരിച്ചു നമ്മുടെ കോഴികളൊക്കെ ഇത് മാതി കളിയാ, അല്ലെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ പറന്നു പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ 2-3 ദിവസമായില്ല, കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പൂവൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അത്തപ്പൂ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ അതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്തപ്പൂക്കളും കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഭംഗിയായിരുന്നില്ല, വീട്ടിൽ കുറേ പൂവുള്ളതല്ലേ, അപ്പം നല്ല ഭംഗിയിൽ ഇടായിരുന്നില്ല എന്നൊക്കെ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഡാലിയ തോട്ടത്തിൽ, അവിടെ നമ്മുടെ സീനിയർ തോട്ടത്തിൽ നമുക്ക് കണ്ടമാനം പൂവ് നിൽക്കുന്നുണ്ട്. ആ പൂവൊക്കെ പറിച്ചുകൊണ്ട് നമ്മൾ പൂക്കളിട്ടിട്ടുണ്ടെന്ന്. അത് ഇപ്പോൾ പൂക്കളിടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും എങ്ങനെയെങ്കിലും അത് പൂവൊക്കെ കൊണ്ടുവന്ന് ഒന്ന് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ പൂക്കളാവും. പക്ഷെ നമുക്ക് ഒരു കിളിയുടെ തീറ്റ തീർന്നിരിക്കുക, കിളിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കതിന് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ, പിന്നെ അത്തൊക്കെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു പൂക്കളത്തിൽ നമ്മൾ ഒതുക്കിയത്. കാരണം പൂവാകുമ്പോൾ അതുമ്പോൾ നിൽക്കുമ്പോൾ ഇപ്പം ഇവിടുന്ന് നമ്മൾ ആ വെന്തിപ്പൂ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമ്പോൾ കുറേ മുട്ടകളൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പം പൂ പറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാണുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ലല്ലോ. അത് ആ ചെടിയുമ്പോൾ നിൽക്കുമ്പോഴുള്ള കാണാൻ ഭംഗി. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ വളരെ കുറച്ച് പൂ പറിച്ചിട്ട് അങ്ങനെ ഇട്ടത്. ഓക്കെ, അപ്പം നമ്മുടെ കിളികൾ, ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കിളികൾ പറന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർക്ക് തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 2-3 ദിവസമായി ഇവർക്ക് തീറ്റ ഇവിടുത്തെ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ട്. ആ കിളികൾ കുഞ്ഞൊരു കിളിയോട് വന്നിരിക്കുന്നുണ്ട്. കാരണം ഇവർ കിളികൾ തീറ്റ തിന്നു കഴിഞ്ഞ്, കാരണം ഈ കിളികളെ തീറ്റ തിന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തീറ്റയ്ക്ക് ഇവിടെ താഴത്തേക്ക് വീഴുമല്ലോ.
അപ്പോൾ അത് നേരെ വീഴുന്നത് നമ്മുടെ ഈ തോട്ടത്തിലേക്കാണ് വീഴുന്നത്. അപ്പോൾ നമ്മളിവിടെ റോസൊക്കെ നട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കോഴികൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീറ്റ ഇട്ട് കൊടുക്കാണ്ടിരിക്കുന്നത്. ഈ കൂട് ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യം നമ്മളവിടെ മരത്തിൻ്റെ അവിടെ വെച്ചിരുന്നു. അവിടെ അവർക്കൊരു കൂടുണ്ട്, അവിടെ നമ്മളെപ്പോഴും തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൂടിനെ നമ്മൾ ഇവിടെ ഞാൻ ഈ വീടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഭംഗിയാണല്ലോ കിളികളൊക്കെ വന്നിരിക്കും, അതിന് വേണ്ടി ഞാൻ വച്ചതാണ്. പക്ഷേ ഇത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല. ഇവിടെ നോക്കിക്കേ, വീട്ടിൽ കാണേണ്ട ഒരു നല്ല ഭംഗിയുള്ള റോസാപ്പൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ സീനിയുടെ കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ണില്ലേ കാണാൻ പറ്റുന്നില്ലെന്നാണ് മതി. 2 സെറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം കൂടിയിട്ട് മിക്സിങ് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള എനിക്കിഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് 2 പൂവിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കണ്ടമാനം വിത്ത് കിട്ടും നമുക്ക്. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അടുത്ത വർഷത്തേക്ക് എടുക്കുന്നത്. ഞാൻ നിങ്ങളതിനെ ക്ലോസപ്പ് കാണിച്ചു തരട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ഇത് നമ്മളിങ്ങനെ തിരിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് മുഴുവൻ വിത്തായിരിക്കില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിത്ത് നമുക്ക് കിട്ടും. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ പാകമായിട്ട് വരുന്നത് നമ്മൾ ആ പാപ്പ നമ്മൾ പറിച്ചിട്ട് എടുക്കണം. കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും അവസാനം നോക്കി നിന്നു. അവസാനം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത്രയ്ക്കധികം വിത്തൊന്നും കിട്ടിയില്ല, കാരണം എല്ലാവരും വിത്ത് അതിനൊക്കെ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്നിട്ട് മുളച്ചില്ല, കാരണം അവിടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ മുളക്കുകയില്ല, കാരണം നല്ല തണുപ്പൊക്കെ വരുമ്പോൾ ഫ്രീസൊക്കെ ഐസൊക്കെ വീണ് കിടക്കുമ്പോൾ ഇതൊക്കെ പിന്നെ അതൊന്നും മുളച്ച് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ഞാൻ വിചാരിച്ചേ എല്ലാവരും പാകാവുന്നത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത വർഷം നമ്മൾ സൂപ്പർ ആക്കട്ടെ നമ്മുടെ തോട്ടം. ഞാൻ ഇതിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളാണ് സീനിയുടെ വിത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം വിത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാം. കാരണം ഇത് വിത്ത് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അത് അതേപോലെ ഇരിക്കാതെ നമ്മൾ വിചാരിക്കും ഇത് വിത്തൊക്കെ ആയിട്ട് മുളച്ച് വരുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയല്ല. പിന്നെ ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലഞ്ച് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഇനി എനിക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് നമുക്ക് അമരപ്പയറുണ്ടല്ലോ, അമരപ്പയർ അന്ന് നമ്മൾ പയറൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമരപ്പയർ പറിച്ചിട്ടു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പൂവാ എന്ന് പറഞ്ഞില്ലേ, റെഡ്. ഇതാ ഇതിൻ്റെ വിത്ത് നോക്കിക്കേ, റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പൂവ് കരിഞ്ഞില്ല എങ്കിലും പൂ കുറച്ചുകൂടി കരിയാനുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല പൂവായതുകൊണ്ട് അതിൻ്റെ വിത്ത് നോക്കിക്കേ ഓൾറെഡി ഇതാ നോക്കിക്കേ നല്ല കറുത്ത കളറിൽ വന്നേനുണ്ട്. ഇതാണ് ഇതിൻ്റെ വിത്ത്. കണ്ട, ഇത് വലിയ ലെയറുള്ള പൂവായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വിത്ത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടി. കണ്ട, അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ പൂവ് അധികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ വിത്ത് ഇതാ പാകമായിട്ടുണ്ട്. കണ്ട, ഇതേപോലെ ഇരിക്കണം വിത്ത്. ഇതിനെയാണ് വിത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ട് ആ വിത്ത്. ഇതിൻ്റെ ഉള്ളിൽ മിക്ക ഓരോ അല്ലിമേന്ന് നമുക്ക് നന്നായിട്ട് വിത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇതെല്ലാനും ഇതിൻ്റെ വിത്തുകളാണ്. കണ്ട, ഇത് നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടി വെയിലത്തിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണക്കിയെടുത്ത് വയ്ക്കാം. കണ്ട, ഇതാണ് അതിൻ്റെ വിത്ത്. അതങ്ങനെ ഇരിക്കട്ടെ അവിടെ. ചിമ്പു ചിമ്പുട്ടാ, ചിമ്പു അപ്പിടുന്ന സ്ഥലം എവിടെയാ? ചിമ്പു അപ്പിടാനിരിക്കുന്ന പറഞ്ഞ അത് ചിമ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് തോട്ടം. ബാക്കിയുള്ളവരൊക്കെ എവിടെയാ?
പുതിയ താറാവുകൾ മാത്രമായിട്ട് വിളിച്ചിട്ട് വരാത്തത്. അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമായിട്ടില്ല നമ്മുടെ വിളിയുടെ സൗണ്ടൊന്നും. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചതാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനേ അടുക്കളയിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരാം. ഓക്കെ.